സൗഹൃദങ്ങൾ സന്തോഷമുള്ള നിമിഷങ്ങൾ സമ്മാനിക്കും. സൗഹൃദം എപ്പോഴും ഒരു ആത്മവിശ്വാസം കൂടിയാണ്. എല്ലാം തുറന്നു പറയാൻ, ഏതെങ്കിലും ഒരാവശ്യമുണ്ടായാൽ ഓടിയെത്താൻ ഒരാളുണ്ടെന്ന ആത്മവിശ്വാസം. ആഴമുള്ള സൗഹൃദങ്ങൾ മനുഷ്യർക്കിടയിൽ മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കുമിടയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യത്യസ്തമായ സൗഹൃദ കാഴ്ചയാണ് സേനാപതി പള്ളിക്കുന്ന് ഇടക്കുടിയിൽ അനുരാജിന്റെ വീട്ടുമുറ്റത്ത് കാണാൻ സാധിക്കുന്നത്. പിരിയാൻ കഴിയാത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്നല്ലേ? എവിടെ നിന്നോ പാറിയെത്തുന്ന ഓലഞ്ഞാലിക്കിളിയും അനുരാജിന്റെ വീട്ടിൽ വളർത്തുന്ന കറുത്ത പൂവൻ കോഴിയും. എല്ലാ ദിവസവും പുലർച്ചെ ഓലഞ്ഞാലിക്കിളി വീട്ടുമുറ്റത്തെത്തും. പിന്നീട് വീട്ടിലെ കോഴികളുമൊത്ത് തീറ്റ തേടും. വെറുതെ കൊത്തിപ്പെറുക്കി തിന്നു നടക്കുക മാത്രമല്ല, ഇരുവരും തമ്മിൽ കളിക്കുന്നതും കാണാം. കോഴിയുടെ നെറുകയിലെ പൂവിലും താടിയിലുമൊക്കെ ഓലഞ്ഞാലി കൊത്തിവലിക്കും, പുറത്തു കയറിയിരിക്കും. ഒന്നിച്ചു ചേർന്നാൽ പിന്നെ അവരുടെ ലോകമെന്ന് പറയാം. ഈ സൗഹൃദത്തിന് കട്ട സപ്പോർട്ടെന്നോണം പൂവനൊപ്പം പിടക്കോഴിയും. മറ്റ് പക്ഷികളുമായും വളർത്തുമൃഗങ്ങളുമായും എളുപ്പമിണങ്ങുന്ന പ്രകൃതമാണ് ഓലഞ്ഞാലിക്കിളിക്കെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത്. പക്ഷേ കാക്കയെയും പരുന്തിനെയും ഒക്കെ ഇവ കൊത്തിയോടിക്കും. എന്താണെങ്കിലും പതിവായുള്ള ഈ കാഴ്ച ആസ്വദിക്കുകയാണ് അനുരാജും കുടുംബവും. റൂഫസ് ട്രീ പൈ അല്ലെങ്കിൽ ഇന്ത്യൻ ട്രീ പൈ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ നാമമുള്ള ഓലഞ്ഞാലി കിളിയാണിത്. ഇത് മറ്റ് പക്ഷികളുമായിട്ട് എളുപ്പത്തിൽ ചങ്ങാത്തം സ്ഥാപിക്കുകയും അവയോടൊപ്പം ഭക്ഷണം തേടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ മാസങ്ങളായിട്ട് അധികം നാളുകളായിട്ട് ഈ കോഴിയോടൊപ്പം തീറ്റ തേടാനായിട്ട് ഇത് രാവിലെയാണ് വരുന്നത്. രാവിലെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒപ്പം ഇത് തേടി വേറെ പോകും. എന്തായാലും എല്ലാ ദിവസവും രാവിലെ ഇതിനോടൊപ്പം വന്ന് ഭക്ഷണം കഴിക്കുക ഇതിൻ്റെ ഒരു ഇതാണ്. പിന്നെ അവർ തമ്മിലുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചങ്ങാത്തം സ്ഥാപിക്കുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ദുചൂടൻ്റെ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരു പക്ഷിയാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റെല്ലാ പക്ഷികളുമായിട്ടും ചങ്ങാത്തം സ്ഥാപിക്കുകയും കാക്കയും പരുന്തിനെയും തുരത്തി ഓടിക്കുകയും ചെയ്യുന്ന പക്ഷി എന്നാണ് ഓലഞ്ഞാലിയെക്കുറിച്ച് പറയുന്നത്. ഈ സൗഹൃദ കാഴ്ച ഇങ്ങനെ തുടരട്ടെയെന്നാണ് കുടുംബം പറയുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ കോഴികൾക്കുള്ള തീറ്റയുടെ കൂടെ ഓലഞ്ഞാലിക്കിളിക്കുള്ള തീറ്റ കൂടി ഇവർ എന്നും കരുതും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.